വെച്ച് മടക്കി ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ പൊങ്ങി നല്ലപോലെ ആ ചോറ് അരച്ചത് കൊണ്ട് നല്ലപോലെ പൊങ്ങി. ഇതിനകത്ത് ഹെൽത്തി ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണേ. ഇതിനകത്ത് ബദാങ്കിയോ പാലോ ഒക്കെ ഈ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെ അരച്ചിട്ട് നമ്മൾ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തി തന്നെ തിന്നുന്നവരാണെങ്കിൽ അവർക്ക് കൊടുക്കുവാണെങ്കിൽ ഹെൽത്തിയാണ്. പഴം അരയ്ക്കുമ്പോൾ പഴത്തിൻ്റെ കൂടെ പാലോ പറങ്ങാണ്ടിപ്പരിപ്പോ ബദാങ്ക അങ്ങനെയൊക്കെ ഉള്ളത് അരച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് വരും. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ പഴം അരച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടില്ലേ? സൂപ്പറായിരുന്നു. അങ്ങനെ ഇഷ്ടമുള്ളത് നമുക്ക് പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇപ്പം നമുക്ക് എന്ത് വേണേലും, പണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചിമാരുണ്ടാക്കുന്ന അവരുടെ ആ ഒരു സ്റ്റൈലുണ്ട്. ഇന്ന് എന്തുണ്ടോ അത് വെച്ച് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കി. ക്യാരറ്റ് അരച്ചും ഉണ്ടാക്കുന്നവരുണ്ട്, കളർ കിട്ടാനും കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും ഒക്കെ. അത് ഹെൽത്തി, അത് അതിനകത്ത് എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. പിന്നെ വയറിന് ഇതൊക്കെ നല്ല സാധനമാണ്. പഴം ഇച്ചിരി അരയ്ക്കുമ്പോൾ അതിൻ്റെതായ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ മലം മുറുകും. അതവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. നമ്മളും പഴം അരച്ചുണ്ടാക്കും. ബദാങ്ക വേണോ കപ്പലണ്ടി വേണോ ഒക്കെ ഇഷ്ടമുള്ളതുപോലെ അരച്ച് ഹെൽത്തി ആയിട്ടുള്ള. ഇത് കണ്ടോ, ഇത് ഇത്രയും കട്ടിയായി കണ്ടോ, നമ്മൾ കുഴച്ച് വെച്ചത് കൊണ്ട് നല്ല പൊങ്ങി നല്ല ചപ്പാത്തി മയമുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ഇത് കാണിക്കുക എന്നുള്ളതാണ് രാവിലത്തെ. ഇവിടെ നമ്മൾ തുടച്ചിട്ടേക്കുന്നതാണ്. വെച്ചതല്ലേ, ഒന്ന് വെച്ചിട്ടോ 2 വെച്ചിട്ടോ നമുക്ക് 2 വെച്ചോ 3 വെച്ചോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. നമ്മളിവിടെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ്. കണ്ടോ നല്ല മയമുള്ള നല്ല ചപ്പാത്തി. ഇത് 3 വെച്ച് 2 വെച്ച് ചൂടോടെ എടുക്കുമ്പോൾ അത് നല്ലൊരു ഇതായി. എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട, അല്ലാതെ പൊങ്ങി വന്നോളാം. എങ്ങനെ വേണ്ടല്ലോ. എണ്ണ ഉപയോഗിക്കാത്തവർക്ക് ചുമ്മാതെ എടുക്കാം, പൊങ്ങിക്കോളും. കരിഞ്ഞു പോയിട്ടുണ്ട്. 2 മതിയോ? കുറുമ ഇത് പച്ചക്കറിയും കൊണ്ട് ഒരു കുറുമ പോലെ ഉണ്ടാക്കിയത്. അതിനകത്ത് വലിയ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് പച്ചക്കറി. കുറുമ എന്ന് പറയാം, പച്ചക്കറി കുറുമ. തേങ്ങ അരച്ചിട്ട്, തേങ്ങാപ്പാലിനകത്ത് തേങ്ങ അരച്ചോ പാലും എടുക്കാം. നമ്മളിപ്പം തേങ്ങ അരച്ചിട്ട് വെച്ചതാണ്. ഇത് കൊള്ളാം കേട്ടോ, വേണമെങ്കിൽ എടുക്കാം. അടച്ച് വെച്ചിട്ട് അപ്പോൾ വന്നോ ഇത്ര വിടുന്നു സമയത്തിനാ നോക്ക്. ഒരു സ്മെല്ല് വരുന്നു പപ്പയുടെ സ്മെല്ല്. പപ്പയുടെ സ്മെല്ല് വന്നു.
വന്നിട്ടുണ്ട്. കണ്ടോ? ഇല്ല